എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നക്ഷത്രങ്ങൾ 27 എണ്ണമുണ്ട്. അവയുടെ പേരുകൾ, അധിപന്മാർ ഇവയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഞ്ചാംഗങ്ങളുടെ ഭാഗമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ്. ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ നാൾ എന്ന് പറയുന്നത്, പഞ്ചാംഗത്തിൽ പറയുന്ന നക്ഷത്രം. നമ്മൾക്ക് ഈ വീഡിയോയിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ട, അത് ചന്ദ്രൻ നിൽക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, അല്ല എങ്കിലും പൊതുവായിട്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നക്ഷത്രങ്ങളുടെ തരംതിരിവാണ്. പലതിൻ്റെയും അടിസ്ഥാനത്തിൽ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില തരംതിരിവുകൾ നമ്മൾക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നക്ഷത്രങ്ങളുടെ ഒരു തരംതിരിവ് എന്ന് പറയുന്നത് 7 തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് സ്ഥിര നക്ഷത്രങ്ങൾ, ചരനക്ഷത്രങ്ങൾ, മൃദു നക്ഷത്രങ്ങൾ, തീക്ഷ്ണ നക്ഷത്രങ്ങൾ, മൃദു തീക്ഷ്ണ നക്ഷത്രങ്ങൾ, ഉഗ്ര നക്ഷത്രങ്ങൾ, ക്ഷിപ്ര നക്ഷത്രങ്ങൾ, ഇങ്ങനെ 7 വിഭാഗങ്ങളിലായിട്ട് അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ സ്ഥിര നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, രോഹിണി, ഈ 4 നക്ഷത്രങ്ങളും സ്ഥിര നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. പിന്നീടുള്ളത് ചരനക്ഷത്രങ്ങളാണ്. തിരുവോണം, അവിട്ടം, ചതയം, ചോതി, പുണർദം, ഈ 5 നക്ഷത്രങ്ങളും ചര നക്ഷത്രങ്ങളാണ് എന്ന് പറയും. പിന്നീടുള്ളത് മൃദു നക്ഷത്രങ്ങൾ. അനിഴം, ചിത്തിര, രേവതി, മകീരം, ഈ 4 നക്ഷത്രങ്ങൾ മൃദു നക്ഷത്രങ്ങളായിട്ട് അറിയപ്പെടുന്നു. അടുത്തത് തീക്ഷ്ണ നക്ഷത്രങ്ങൾ. മൂലം, തിരുവാതിര, തൃക്കേട്ട, ആയില്യം, ഈ 4 നക്ഷത്രങ്ങൾ തീക്ഷ്ണ നക്ഷത്രങ്ങളായിട്ട് പറയുന്നു. മൃദു തീക്ഷ്ണ നക്ഷത്രങ്ങൾ 2 നക്ഷത്രങ്ങൾ ഈ വിഭാഗത്തിലുണ്ട്. കാർത്തിക, വിശാഖം, ഈ 2 നക്ഷത്രങ്ങളും മൃദു തീക്ഷ്ണ നക്ഷത്രത്തിലാണ് വരുന്നത്. ഉഗ്ര നക്ഷത്രങ്ങൾ. പൂരം, പൂരാടം, പൂരൂരുട്ടാതി, ഭരണി, മകം, ഈ 5 നക്ഷത്രങ്ങളും ഉഗ്ര നക്ഷത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. അടുത്തത് ക്ഷിപ്ര നക്ഷത്രങ്ങൾ. അത്തം, അശ്വതി, പൂയം, ഈ 3 നക്ഷത്രങ്ങൾ ക്ഷിപ്ര നക്ഷത്രങ്ങളാണ്. അങ്ങനെ 4 സ്ഥിര നക്ഷത്രങ്ങൾ, 5 ചരനക്ഷത്രങ്ങൾ, 4 മൃദു നക്ഷത്രങ്ങൾ, 4 തീക്ഷ്ണ നക്ഷത്രങ്ങൾ, 2 മൃദുതീക്ഷ്ണ നക്ഷത്രങ്ങൾ, 5 ഉഗ്ര നക്ഷത്രങ്ങൾ, 3 ക്ഷിപ്ര നക്ഷത്രങ്ങൾ, എല്ലാം ചേർന്ന് 27 നക്ഷത്രങ്ങൾ പൂർത്തിയാവുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തരംതിരിവാണ്, ക്ലാസിഫിക്കേഷനാണ് എന്ന് പറയാം. മുഹൂർത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇത് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുഹൂർത്തങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ പഠിക്കാം. അതുകൊണ്ട് ഞാനിവിടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നക്ഷത്രങ്ങളിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നക്ഷത്രങ്ങളുടെ തരംതിരിവുകൾ നമ്മൾക്ക് പഠിച്ചുകൊണ്ട് പോകാം. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിവ് ഉള്ളത് പുരുഷ യോനി നക്ഷത്രങ്ങളും സ്ത്രീ യോനി നക്ഷത്രങ്ങളും, അതായത് അത് ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നു എന്നതിനനുസരിച്ചിട്ടുള്ള തരംതിരിവ്. അശ്വതി, ഭരണി, രോഹിണി, പൂയം, ആയില്യം, മകം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, പൂരൂരുട്ടാതി, ഇത്രയും നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളായിട്ടാണ് പറയുന്നത്. ശേഷിച്ച നക്ഷത്രങ്ങളെല്ലാം സ്ത്രീ നക്ഷത്രങ്ങളാണ്. അതായത് കാർത്തിക,
മകീര്യം, തിരുവാതിര, പുണർദം, പൂരം, അത്തം, ചിത്ര, അനിഴം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി. ഇത്രയും നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളാണ്. ഇങ്ങനെ 14 പുരുഷ നക്ഷത്രങ്ങളും 13 സ്ത്രീ നക്ഷത്രങ്ങളും ഉണ്ട്. ഇത് വിവാഹ പൊരുത്തങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ പരിഗണിച്ച് കാണാറുണ്ട്. മുഹൂർത്ത വിഷയത്തിൽ അങ്ങനെ പരിഗണിക്കാറൊന്നുമില്ല. അതൊക്കെ നമ്മൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തരംതിരിവ് മാത്രം, പുരുഷ നക്ഷത്രം ഏതാണ് എന്നും സ്ത്രീ നക്ഷത്രം ഏതാണ് എന്നും മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഏതായാലും ഈ 2 തരംതിരിവുകൾ, ഒന്ന് നക്ഷത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള തരംതിരിവുകളും നക്ഷത്രങ്ങളുടെ ലിംഗം അനുസരിച്ചിട്ടുള്ള തരംതിരിവുകളും, ഈ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ കാര്യങ്ങൾ നന്നായിട്ട് ഹൃദിസ്ഥമാക്കുക. അടുത്ത കണ്ടൻറ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.